മോർണിംഗ് ഓൾ ഓഫ് യു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് മെഷറിംഗ് ടൂൾസുകളെ കുറിച്ചാണ്. ഫിറ്ററിൽ അല്ലെങ്കിൽ ജനറലായിട്ട് ഉപയോഗിക്കുന്ന മെഷറിംഗ് ടൂൾസുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മളൊരു പുതിയ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, മാർക്കിംഗ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. അതായത് നമ്മൾ വർക്ക്ഷോപ്പുകളിൽ നമ്മൾക്ക് മാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ഒരു ഫിഗർ നോക്കിയാൽ കാണാൻ പറ്റും. ഇതൊരു മൈൽഡ് സ്റ്റീലിൻ്റെ MS എന്ന് പറയും, മൈൽഡ് സ്റ്റീലിൻ്റെ ഒരു ഫ്ലാറ്റാണ്. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റ് പീസിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കാണിച്ചിരിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് നമ്മളെ റോ മെറ്റീരിയലാണ്. ഈ റോ മെറ്റീരിയലിൽ നിന്ന് വേണം നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനനുസരിച്ചിട്ടുള്ള ഇതിൻ്റെ പ്രൊഫൈൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കട്ട് ചെയ്താൽ മാത്രമേ ഫൈനൽ ഫിനിഷിങ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടൂ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളിവിടെ പഠിക്കുന്നത്, ഈ മാർക്കിങ്ങിൽ പഠിക്കാനുള്ളത് ഇതിൻ്റെ മുകളിൽ എങ്ങനെ ഇതിൻ്റെ പ്രൊഫൈല് മാർക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക്ഷോപ്പുകളിൽ ഉപയോഗിക്കുന്നൊരു മീഡിയം ഉണ്ട്, അതിന് പറയുന്ന പേരാണ്, ആ മാർക്കിംഗ് മീഡിയത്തിന് പറയുന്ന പേരാണ് വൈറ്റ് വാഷ് എന്നാണ് പറയുക. അപ്പോൾ വൈറ്റ് വാഷ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക, നമ്മൾ വർക്ക്ഷോപ്പുകളിൽ ചെയ്യുന്നത് ചോക്ക് എന്ന് പറയുന്നുണ്ട് അല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന ചോക്ക്. ആ ചോക്ക് എന്ത് ചെയ്യും, നമ്മളൊരു വാട്ടറിൽ ഇട്ട് വെക്കും, ഡിപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ വാട്ടറിൽ ഇട്ട് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്താവും, ആ ചോക്ക് കംപ്ലീറ്റ് വാട്ടർ കുടിച്ചെടുത്തിട്ടുണ്ടാവും അല്ലേ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ ചോക്ക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് റബ്ബ് ചെയ്യും. റബ്ബ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മെറ്റീരിയൽ എന്ത് ചെയ്യുക, കുറച്ച് സമയം നമ്മൾ ഡ്രൈ ആക്കാൻ വെക്കുക. വെയിലത്തോ അല്ല ഡ്രയറിലോ വെച്ചിട്ട് ഡ്രൈ ആക്കുക. ഡ്രൈ ആക്കിയാൽ ഇതിൻ്റെ പുറത്ത് കുറച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവും, ഈ ചോക്കിൻ്റെ വൈറ്റ് ഇതിൻ്റെ പുറത്ത് കാണാൻ പറ്റും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ വൈറ്റ് വാഷ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോക്കിൻ്റെ കൂടെ മീഥലൈറ്റഡ് സ്പിരിറ്റ് ഉപയോഗിച്ചിട്ട് എന്തുണ്ടാക്കാം, വൈറ്റ് വാഷിങ് ചെയ്യാം. അല്ലെങ്കിൽ ലെഡ് പൗഡറിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ടർപ്പൻറ്റൈനും മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ചോക്ക് നേരെ എന്ത് ചെയ്യുക, ഒരു വെള്ളത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ റബ്ബ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഈ മീഡിയത്തിനെയാണ് വൈറ്റ് വാഷ് എന്ന് പറയും. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത്, ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഏതാണോ ഷേപ്പ് വേണ്ടത് ആ പ്രൊഫൈൽ നമ്മൾ എങ്ങനെയാണോ ഒരു ഷീറ്റിൽ നമ്മളൊരു പിക്ചർ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ പെൻസിലാണ് ഉപയോഗിക്കുക അല്ലേ. അതുപോലെ ഇവിടെ മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളുണ്ട്, ആ ടൂൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ ടൂൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ മുകളിൽ വരയ്ക്കും. വരച്ചതിന് ശേഷമാണ് നമ്മൾ ഇതേപോലുള്ള പ്രൊഫൈല് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഈ വരക്കുന്ന ലൈൻസുകളെ പറയുന്ന പേരാണ് വിറ്റ്നസ് മാർക്ക് എന്നാണ് പറയാം. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ റോ മെറ്റീരിയലിൻ്റെ മുകളിൽ വൈറ്റ് വാഷ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, വിറ്റ്നസ് മാർക്ക് ചെയ്യുക. വിറ്റ്നസ് മാർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, വിറ്റ്നസ് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നോർമൽ കേസിൽ ഇതിൻ്റെ മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കാലം നമ്മൾ ഈ ടൂൾസ് നമുക്ക് ഈ മെറ്റീരിയൽ എന്ത് ചെയ്യണം, ഓരോ സ്ഥലത്ത് വെക്കേണ്ടി വരും അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, അതിൻ്റെ മുകളിൽ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം മായ്ഞ്ഞു പോകാം. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വിറ്റ്നസ് മാർക്ക് നിർബന്ധമായിട്ടും കൊടുക്കണം. അതെന്താണെന്നുള്ളത് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ഓരോ മാർക്കിംഗ് ടൂൾസുകളെ കുറിച്ച് പഠിക്കാം. അപ്പോൾ അതിൽ ആദ്യം പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മാർക്കിംഗ് ടേബിൾ എന്ന് പറയുന്നത്. മാർക്കിംഗ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ റെഫറൻസ് സർഫസ് ഫോർ മേക്കിംഗ് ഓൺ വർക്ക് പീസസ്. അതായത് നമുക്ക് ഏത് വർക്ക് പീസാണോ നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കേണ്ടത്, ആ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റെഫറൻസ് സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുക, മാർക്കിംഗ് ടേബിൾ എന്ന് പറയുക. ഇപ്പോൾ ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഒരു മാർക്കിംഗ് ടേബിളാണ്. അപ്പോൾ ഈ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഏത് വർക്കാണോ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ആ വർക്കിൻ്റെ പ്രൊഫൈല് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇതിന് മുകളിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ടേബിളിൽ ഒരു പ്രത്യേകത ഉണ്ട്, മാർക്കിംഗ് ടേബിൾസ് ആർ ഓഫ് റിജിഡ് കൺസ്ട്രക്ഷൻ വിത്ത് എക്യുറേറ്റ്ലി ഫിനിഷ്ഡ് ടോപ്പ് സർഫസ്. ഇതിൻ്റെ ടോപ്പ് സർഫസ് എന്തായിരിക്കും, വളരെ എക്യുറേറ്റ്ലി ഫിനിഷ്ഡ് ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടായിരിക്കും എക്യുറേറ്റ്ലി ഫിനിഷ്ഡ് ചെയ്യുന്നുണ്ടാവുക, എക്യുറേറ്റ്ലി ഫിനിഷ്ഡ് അല്ല എങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് എന്താവും, ഫെയിൽ ആവാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു റെഫറൻസ് ആണ് അല്ലേ. അപ്പോൾ മാർക്കിംഗ് ടേബിൾ എന്തായിരിക്കണം, അതിൻ്റെ ടോപ്പ് ഫേസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, വളരെ ഫിനിഷ്ഡ്, അതുപോലെ തന്നെ ടോപ്പ് പോർഷൻ എന്തായിരിക്കണം, ഫ്ലാറ്റ് ആയിരിക്കും വേണം. The edges are also finished at right angles to the top
സർഫസസ്. അതുമാത്രമല്ല ഇതിൻ്റെ എഡ്ജും എന്തുതന്നെയാണ്, ഫിനിഷ്ഡ് ആണ്. അതുപോലെ ഈ മാർക്കിംഗ് ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ കാസ്റ്റ് അയൺ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് കാസ്റ്റ് അയൺ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ കാരണം ചോദിച്ചാൽ, കാസ്റ്റ് അയൺ ഒരു പ്രത്യേകത ഉണ്ട്, നമുക്ക് ഈസി ആയിട്ട് മോൾഡ് ചെയ്യാൻ പറ്റും, ചീപ്പ് റേറ്റ് ആണ്. അതുകൂടാതെ ഈ കാസ്റ്റ് അയണിന് സെൽഫ് ലൂബ്രിക്കേറ്റിങ്ങിൻ്റെ പ്രോസസ്സ് ഉണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, നമ്മൾ ഇതിൻ്റെ മുകളിൽ വർക്ക് പീസ് വെക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ഓയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഓയിലിൻ്റെ ഫംഗ്ഷൻ ശരിക്കും എന്ത് ചെയ്യും, ഈ കാസ്റ്റ് അയൺ എന്ന് പറയുന്ന മെറ്റീരിയലിന് കിട്ടും. അതുപോലെ തന്നെ തേയ്മാനം കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മാർക്കിംഗ് ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാസ്റ്റ് അയൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കാരണം. ദെൻ നെക്സ്റ്റ് ഉപയോഗം, ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ സെറ്റിംഗ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ഫോർ ചെക്കിംഗ് സൈസസ്, പാരലലിസം ആൻഡ് ആംഗിൾസ്. ഇപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടാകുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡ് പാരലാണോ അല്ലെങ്കിൽ സ്ക്വയർനെസ് ചെക്ക് ചെയ്യാം, അതിൻ്റെ സൈഡ് കറക്റ്റ് പെർഫെക്റ്റ് ആണോ ഫ്ലാറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുക, ഈ ടേബിളിൻ്റെ മുകളിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഈ ഒരു ക്യൂബ് ഉണ്ട് ഇവിടെ കാണുന്നത്, ഈ ക്യൂബിൻ്റെ ഈ സൈഡ് ഫ്ലാറ്റ് ആണോ നമുക്ക് മനസ്സിലാക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ ടേബിളിൻ്റെ മുകളിൽ വെച്ചാൽ ആ ടേബിളിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ നോക്കിയാൽ കറക്റ്റ് ആ ടേബിളിൻ്റെ മുകളിൽ അത് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പറയാം എന്തായിരിക്കും, പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഫ്ലാറ്റ് ആണ് അതിൻ്റെ സൈഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ വേറെ എന്തിനു ഉപയോഗിക്കാം, ചെക്കിങ് ദി സൈസസ്. നമുക്കൊരു പ്രോഡക്റ്റിൻ്റെ സൈസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ കയ്യിൽ വെച്ച് നോക്കുകയല്ല ചെയ്യുക, നമ്മൾ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യാം, സൈസസ് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ, ഈ ഫിഗർ കാണിച്ചിരിക്കുന്ന പോലെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ലൈൻസ് ഇടണം അല്ലേ. ആ ലൈൻസ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെന്നെ ഉപയോഗിക്കുക, ഈ മാർക്കിംഗ് ടേബിൾ എന്ന് പറയുന്ന സാധനമാണ് ഉപയോഗിക്കുക. ഇനി മാർക്കിംഗ് ടേബിൾ നമുക്ക് ഡിഫറെൻറ്റ് സൈസസിൽ അവൈലബിൾ ആണ്. അത് അവൈലബിളിൻ്റെ ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് വർക്കാണോ നമുക്ക് യൂസ് ചെയ്യേണ്ടത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാകുക, മാർക്കിംഗ് ടേബിൾ അവൈലബിൾ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് ആംഗിൾ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആംഗിൾ പ്ലേറ്റ് എന്ന് പറഞ്ഞാലും തന്നെയാണ് ഒരു മാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്, അല്ല ഒരു ടൂളാണ്. ഇറ്റ് ഈസ് ആൻ എൽ ഷേപ്പ്ഡ് പ്രിസിഷൻ ടൂൾ മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ ഓർ ഹാർഡൻഡ് സ്റ്റീൽ മെഷീൻഡ് അക്യുറേറ്റ്ലി ടു an angle of 90 degree. അതായത് എൽ ഷേപ്പ്ഡുള്ള ഒരു കാസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽ കാസ്റ്റിംഗ് ആണ്, എൽ ഷേപ്പ്ഡ് കാസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് ഒരു ആംഗിൾ പ്ലേറ്റ് ആണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഷേപ്പ് എൽ ഷേപ്പിലുള്ളത്, അതുകൊണ്ടാണ് എൽ കാസ്റ്റിംഗ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കാരണം. ഇത് നമ്മുടെ വർക്കാണ്, പ്രോഡക്റ്റിൻ്റെ വർക്കാണ്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും ഇതിൻ്റെ പെർഫെക്റ്റ് ആംഗിൾ. ഇത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു സപ്പോർട്ട് ദി ജോബ് ആൻഡ് ടു പ്രൊവൈഡ് എ വെർട്ടിക്കൽ ഓർ ആംഗുലർ പ്ലെയിൻ ഫോർ മാർക്കിംഗ്. അതായത് നമ്മൾ ഒരു വർക്കിന് എന്ത് ചെയ്യുക, നമ്മൾ വർക്കിന് നമുക്ക് ആ വർക്കിൻ്റെ സൈഡ് പെർഫെക്റ്റ് വെർട്ടിക്കൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ആംഗുലാർ പ്ലെയിൻസും നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം, ഈ ആംഗിൾ പ്ലേറ്റ് ഉപയോഗിക്കാം. ചില സമയത്ത് ഈ ആംഗിൾ പ്ലേറ്റിൻ്റെ മുകളിൽ നമ്മൾക്ക് എന്തുണ്ടാവും, ഡിഫറെൻറ്റ് സ്ലോട്ട്സ് കട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫിഗർ 1 ഇവിടെ കുറേ സ്ലോട്ട്സ് കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ, ഇവിടെ കാണുന്നുണ്ടല്ലേ. ഈ സ്ലോട്ട്സ് കട്ട് ചെയ്യുന്നുണ്ട് എന്താ ഗുണം ചോദിച്ചാൽ നമുക്ക് പറയാം, ഒരു വർക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഒരു മെഷീൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൂടെ നെറ്റ് ബോൾട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യാം, ആ വർക്കിനെ അവിടെ റിജിഡ്ലി ആയിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നതും, ഇവിടെ നിങ്ങൾക്കൊരു ക്ലാമ്പ് ഉപയോഗിച്ചിട്ട്, ഇതൊരു ജോബാണ്, ഈ ജോബിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ക്ലാമ്പ് ഉപയോഗിച്ചിട്ട് ആ ജോബിനെ ഫിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ആംഗിൾ പ്ലേറ്റ്സ് ആർ ആൾസോ യൂസ് ടു സെറ്റ് ദി ജോബ്സ് ഓൺ ദി മെഷീൻസ്. നമ്മളൊരു മെഷീൻ്റെ മുകളിൽ ഇപ്പോൾ ഡിഫറെൻറ്റ് വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, റെഗുലർ ആയിരിക്കാം, ഇറഗുലർ ആയിരിക്കാം, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള വർക്കുകളുണ്ട്. അപ്പോൾ ആ വർക്കിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു മെഷീനിലേക്ക് നിർത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു ടേബിൾ ആവശ്യമാണ്. അപ്പോൾ ഈ ടേബിളിൻ്റെ മുകളിൽ നമ്മൾ ആ വർക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആംഗിൾ പ്ലേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ വർക്കിനെ അവിടെ ഹോൾഡ് ചെയ്ത് നിർത്തിക്കാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ ആംഗിൾ പ്ലേറ്റ് ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ട്രൈ സ്ക്വയർ. ട്രൈ സ്ക്വയർ എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ, അതിൻ്റെ മെയിൻ ഭാഗമാണ് സ്റ്റോക്ക് ആൻഡ് ബ്ലേഡ്. ഇതിൽ ലെങ്ത്ത് കുറഞ്ഞ ഭാഗത്തിന് പറയുന്ന പേരാണ് സ്റ്റോക്ക്, ലെങ്ത്ത് കൂടിയ ഭാഗത്തിന് പറയുന്ന പേരാണ് ബ്ലേഡ്. അപ്പോൾ സ്റ്റോക്ക് എന്ന് പറയുന്നത് തിക്നെസ് കൂടുതലായിരിക്കും, ബ്ലേഡിന് എന്തായിരിക്കും, തിക്നെസ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ ചില മെറ്റീരിയൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇതിൻ്റെ മുകളിൽ എന്തുണ്ടാവും, ചില വർക്ക്ഷോപ്പിൽ ഷീറ്റ് മെറ്റൽ വർക്ക്ഷോപ്പിലൊക്കെ ആണെങ്കിൽ ഈ ബ്ലേഡിൻ്റെ മുകളിൽ സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ മില്ലിമീറ്ററോ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഫിറ്റർ ട്രേഡിൽ ഉപയോഗിക്കുന്നതിൽ
നോർമൽ ഉപയോഗിക്കുന്ന ഇതിൻ്റെ അകത്ത് എന്തില്ല, ഇത് ബ്ലേഡിൻ്റെ മുകളിൽ മാർക്കിംഗ് ഇല്ല. ഈ ട്രൈ സ്ക്വയർ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദി സ്ക്വയർനെസ് ഫ്ലാറ്റ്നെസ് ഓഫ് എ മെഷീൻഡ് സർഫസ്. ഇപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതൊരു ഒരു പാർട്ടാണ്. ഈ പാർട്ടിൻ്റെ സ്ക്വയർനെസ് ചെക്ക് ചെയ്യാം, ആ പാർട്ട് സ്ക്വയർ ആണോ അല്ലെങ്കിൽ ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാം. അപ്പോൾ സ്ക്വയർനെസ്സും ഫ്ലാറ്റ്നെസ്സും ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, ട്രൈ സ്ക്വയർ ഉപയോഗിക്കാം. ട്രൈ സ്ക്വയറിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എന്താ, സ്റ്റോക്കും ബ്ലേഡും മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഹാർഡൻഡ് സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. കാരണം ഹാർഡ്നെസ് കൂടിയ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് തേയ്മാനം വളരെ കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ അതിൻ്റെ യൂസേജ്, മാർക്കിംഗ് ലൈൻസ് അറ്റ് 90 ഡിഗ്രി ടു ദി എഡ്ജസ് ഓഫ് വർക്ക് പീസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഇവിടെയുള്ള ഒരു പാർട്ടിന് അതിൻ്റെ മാർക്കിംഗ് ലൈൻസ്, അതായത് 90 ഡിഗ്രിയിലുള്ള ലൈൻസുകൾ മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഒരു വർക്ക് പീസിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, സെറ്റ് വർക്ക് പീസസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ഓൺ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്. നമ്മളൊരു വർക്ക് പീസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു മെഷീൻ്റെ മുകളിൽ ഈ വർക്ക് പീസ് വെച്ചാൽ ആ വർക്ക് പീസ് 90 ഡിഗ്രി ആണോ, കറക്റ്റായിട്ട് 90 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ ട്രൈ സ്ക്വയർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ, സ്ക്രൈബർ. സ്ക്രൈബർ നമ്മൾ ഒരു പെൻസിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, നമ്മളൊരു ഷീറ്റിൽ അല്ലെങ്കിൽ ഒരു സാധാ പേപ്പറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൊഫൈൽ വരയ്ക്കാൻ അല്ലെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അതുപോലെ നമ്മൾ മെറ്റീരിയലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ മെറ്റലിൻ്റെ മുകളിൽ നമ്മൾ അതിൻ്റെ ലൈൻസുകൾ അല്ലെങ്കിൽ പ്രൊഫൈൽസുകൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണെന്ത്, സ്ക്രൈബർ എന്ന് പറയുന്നത്. സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൂൾ യൂസ്ഡ് ടു സ്ക്രൈബ് ലൈൻസ് ടു ഇൻഡിക്കേറ്റ് ദി ഡയമെൻഷൻ ഓഫ് ദി വർക്ക് പീസസ് ടു ബി ഫയൽഡ് ഓർ മെഷീൻഡ് ഇൻ ലേഔട്ട് വർക്ക്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് പ്രോസസ്സ് ചെയ്യാനുണ്ടാവും, ഒന്നിക്ക് ഫയലിംഗ് ഉണ്ടാവും അല്ലെങ്കിൽ മെഷീനിങ് ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യം നമ്മൾ വൈറ്റ് ചോക്ക് ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ മുകളിൽ വരക്കണം. ആ വരക്കാൻ ഉപയോഗിക്കുന്ന ടൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്ക്രൈബർ എന്ന് പറയും. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ വിച്ച് ഈസ് ഹാർഡൻഡ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്, ഹൈ കാർബൺ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഒരെൻഡ് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരെൻഡിൽ സ്ട്രെയിറ്റ് പോയിൻ്റ് ആണ്, മറ്റേ എൻഡിൽ ബെൻഡ് പോയിൻ്റ് ആണ്. അപ്പോൾ രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ജനറൽ പർപ്പസിന് ഉപയോഗിക്കുന്നതാണ് ഈ സ്ട്രെയിറ്റ് പോയിൻ്റ്. നമ്മൾ ബെൻഡായിട്ടുള്ള പോർഷൻസ് ഉപയോഗിക്കുന്നതോ നമ്മുടെ എന്താണ് ഫങ്ഷൻ ഉള്ളത് നമുക്ക് കാണാൻ പറ്റും. സാധാരണയായിട്ട് നമുക്ക് ഇൻറ്റേർണൽ മാർക്കിങ്ങിന് ഉപയോഗിക്കാം. അതുകൂടാതെ നമ്മൾ സെറ്റിങ്സ്, അതായത് ലെയ്ത്ത് പോലുള്ള മെഷീൻസിൽ സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്ക്രൈബ് ചെയ്യാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ സ്ക്രൈബറിൻ്റെ ബെൻഡ് പോയിന്റ് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ആണ് പഞ്ചസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാർക്കിംഗ് ടൂളാണ് പഞ്ചസ് എന്ന് പറയുന്നത്. പഞ്ചസ് ആർ യൂസ്ഡ് ടു മേക്ക് ലേഔട്ട് പെർമനൻറ്റ് മെയ്ഡ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ വിത്ത് ബോത്ത് എൻഡ്സ് ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ്. ദീസ് ആർ അവൈലബിൾ ഇൻ ലെങ്ത്സ് അബൌട്ട് 100 mm to 150 mm. അതായത് പഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യം ചോക്ക് പീസ് ആക്കുക, നമ്മളൊരു വർക്കിൻ്റെ മുകളിൽ ചോക്കിൻ്റെ ഇത് കൊടുക്കുക, അതിനുശേഷം സ്ക്രൈബർ ഉപയോഗിച്ചിട്ട് വരക്കുക. ഇപ്പോൾ സ്ക്രൈബർ ഉപയോഗിച്ച് വരച്ചാൽ നമ്മൾ ഈ മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു വിറ്റ്നസ് മാർക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽ നമ്മൾ പല സ്ഥലത്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ക്രൈബർ കൊണ്ട് വരച്ച ഭാഗം എന്ത് ചെയ്യാം, മായ്ഞ്ഞു പോകാം അല്ലേ, ഇറേസ് ചെയ്ത് പോകാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെയുള്ള ആ ലൈൻസിന് എന്താക്കണം, പെർമനൻ്റ് ആയിട്ട് അവിടെ ആ ലൈൻസ് അവിടെ വേണം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ മാർക്കിങ് പെർമനൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളെയാണ് നമ്മൾ എന്ത് പറയുക, പഞ്ചസ് എന്ന് പറയും. അപ്പോൾ പഞ്ചിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ യൂസ് ടു മേക്ക് ലേഔട്ട് പെർമനൻറ്റ്. പെർമനൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ലേഔട്ട് അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പഞ്ച് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 100 mm മുതൽ 150 mm വരെ അവൈലബിൾ ആണ്. ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് പഞ്ചുകളാണ്. അപ്പോൾ പഞ്ചിന് അതിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്. പ്രിക് പഞ്ച്, സെൻറ്റർ പഞ്ച്, ചില ബുക്കുകളിൽ ഡോട്ട് പഞ്ചും കൂടി ഉണ്ട്. 3 പഞ്ചുണ്ട്, പ്രിക് പഞ്ച്, സെൻറ്റർ പഞ്ച് ആൻഡ് ഡോട്ട് പഞ്ച്. ഇതിൽ പ്രിക് പഞ്ചിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇതിൽ മേക്ക് ചെയ്യുന്ന ഇൻക്ലൂഡഡ് ആംഗിൾ, അതായത് ഈ ആംഗിൾ ഇൻക്ലൂഡഡ് ആംഗിൾ ഒന്നിക്കൽ 30 ഡിഗ്രി ആയിരിക്കും, 30 ഡിഗ്രി ഓർ 60 ഡിഗ്രിയാണ്. ഇതിൽ 30 ഡിഗ്രിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആംഗിൾ. അതിന് പറയുന്ന പേരാണ് പ്രിക് പഞ്ച് എന്നാണ് പറയുക.
ആ ആംഗിൾ 60 ഡിഗ്രി ആയാൽ അതിനെ പറയുന്ന പേര് ഡോട്ട് പഞ്ച് എന്നാണ് പറയുക. പക്ഷെ നോർമൽ കേസിൽ നമ്മൾ പറയുന്നത് രണ്ടിനെയും പ്രിക് പഞ്ച് എന്നാണ് പറയുക. ചില ബുക്കുകളിൽ കാണാൻ പറ്റും 60 ഡിഗ്രി ഡോട്ട് പഞ്ചാണ്. ശ്രദ്ധിക്കേണ്ടത് 30 ഡിഗ്രി ആണെങ്കിൽ പ്രിക് പഞ്ച്, 60 ഡിഗ്രി ആണെങ്കിൽ ഡോട്ട് പഞ്ച്. ഇത് ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് സ്മോൾ ഇൻഡൻറ്റേഷൻ അലോങ് ലേഔട്ട് ലൈൻസ്. അതായത് ചെറിയ ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മെറ്റീരിയലിൻ്റെ മുകളിൽ പെനിട്രേറ്റ് തുളച്ച് കയറുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുക, ഇൻഡൻറ്റേഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഇൻഡൻറ്റേഷൻ അല്ലെങ്കിൽ പെനിട്രേറ്റ് ചെയ്യുന്ന ഇത് കുറവായിരിക്കും, ഡെപ്ത് കുറവായിരിക്കും. ആ ഡെപ്ത് കുറയുന്ന എവിടെയാണോ ലേഔട്ട് വേണ്ടത് അവിടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, പ്രിക് പഞ്ച് ഉപയോഗിക്കുക. ഇപ്പോൾ പ്രിക് പഞ്ച് സാധാരണ ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഒരു സ്ക്രൈബർ, ഇപ്പോൾ ഒരു ഡിവൈഡർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഒരു വരക്കണം. അപ്പോൾ ആ ഡിവൈഡറിന് എന്ത് വേണം, ഒരു സെൻറ്റർ വേണം അല്ലേ. ആ സെൻറ്റർ മാർക്ക് ചെയ്യാൻ നമുക്ക് ഏത് ഉപയോഗിക്കാം, ഈ പ്രിക് പഞ്ച് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, പ്രിക് പഞ്ചിൻ്റെ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ് ഏതിൻ്റെ ആംഗിൾ, പ്രിക് പഞ്ചിൻ്റെ മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഈ ടിപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഹാർഡൻഡ് ആയിട്ടുള്ള ടിപ്പാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഹാമറാണ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് സെൻറ്റർ പഞ്ച്. സെൻറ്റർ പഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെൻറ്റർ പഞ്ചിൻ്റെ ആംഗിൾ എത്രയായി, മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഈ പഞ്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ പെനിട്രേഷൻ എന്ന് പറയുന്നത് ഡീപ്പ് പെനിട്രേഷനാണ്. ഇപ്പോൾ ഡീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ പേര് തന്നെ ഉണ്ട്, സെൻറ്റർ പഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ, ഇത് യൂസ് ചെയ്യുന്നത് അല്ല ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, നമുക്കൊരു ഡ്രില്ലിങ് മിഷൻ അല്ലെ ഒരു ഹോൾ ഡ്രില്ല് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഹോൾ ഡ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രിൽ ബിറ്റ് നേരെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വർക്ക് പീസിൻ്റെ മുകളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കൊടുക്കുമ്പോൾ ചിലപ്പോൾ എന്തായി പോകാം, കൊടുക്കാൻ സാധിക്കില്ല എന്നല്ല, കൊടുത്താൽ ചിലപ്പോൾ സ്ലിപ്പായി പോവാം. അപ്പോൾ ആ സ്ലിപ്പ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ പോയിൻ്റ് അവിടെ കൊടുക്കും. അതിൻ്റെ ഏതിൻ്റെ ടിപ്പ്, ഈ പോയിൻ്റ്, അതായത് ഡ്രിൽ ബിറ്റ് ഇറങ്ങാൻ വേണ്ടി സ്റ്റാർട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രിൽ ബിറ്റിൻ്റെ പോയിൻ്റ് ഈ ഹോളിലേക്കായിരിക്കും, അതായത് ഈ കറക്റ്റ് ഈ പോയിന്റിലേക്ക് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഈ ഡ്രിൽ ബിറ്റ് എന്ത് ചെയ്യാൻ വേണ്ടി, ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഡ്രിൽ ബിറ്റ് എന്ത് ചെയ്യണം, കറക്റ്റ് പോയിന്റ് നിന്നാൽ മാത്രമേ എന്തായാലും ഹോള് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുക, സെൻറ്റർ പഞ്ച് എന്ന് പറയും. അപ്പോൾ സെൻറ്റർ പഞ്ചിൻ്റെ ഫങ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, ഹോള് ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡ്രില്ലിങ് ഹോള് ഡ്രില്ല് ചെയ്യുക, ഒരു വർക്ക് പീസിൻ്റെ മുകളിൽ ഹോള് ഡ്രില്ല് ചെയ്യുമ്പോൾ ആ ഹോളിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൊടുക്കുന്ന ഒരു പഞ്ചാണെന്ത്, സെൻറ്റർ പഞ്ച് എന്ന് പറയുന്നത്. സെൻറ്റർ പഞ്ചിൻ്റെ ആംഗിൾ 90 ഡിഗ്രിയാണ്. നെക്സ്റ്റ് വൺ, ഡിവൈഡർ. Dividers are used for scribing circles, arc and transferring and stepping of distances. പേര് തന്നെ ഡിവൈഡർ. ഡിവൈഡർ ഉപയോഗിക്കുന്നത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മൾ സാധാരണ നമ്മൾ കോമ്പസിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഡിവൈഡർ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി. ഇവിടെ നമുക്ക് വർക്ക്ഷോപ്പുകളിൽ സ്ക്രൈബിങ് സർക്കിൾസ്, ഇപ്പോൾ ഒരു സർക്കിളായിട്ടുള്ളൊരു ഓബ്ജക്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് കോമ്പസ് എല്ലാം ഉപയോഗിക്കാം, നമ്മളിവിടെ ഡിവൈഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സർക്കിൾ സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ആർക്ക് വരയ്ക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ ഈ ഒരു പാർട്ട് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആ ഓരോ 1 സെൻറ്റിമീറ്ററിൻ്റെ സ്റ്റെപ്സ് എടുക്കാൻ നമുക്ക് എന്ത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും, ഈ ഡിവൈഡർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ ഒരു സർക്കുലർ ആയിട്ടുള്ള ഓബ്ജക്റ്റ് ഉണ്ട്, ആ സർക്കുലർ ഒബ്ജക്റ്റിന് എന്ത് ചെയ്യുക, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാനും നമുക്ക് എന്ത് ഉപയോഗിച്ച് ചെയ്യാം, ഈ ഡിവൈഡർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതുപോലെ വേറൊരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ആ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുക, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് സ്കെയിലിൽ എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ അതിനും വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം, ഈ ഡിവൈഡർ എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യാം. ഇപ്പോൾ ഡിവൈഡറിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 50 mm മുതൽ 200 mm വരെ അവൈലബിൾ ആണ്. ഇതുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഹൈ കാർബൺ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ പോയിൻ്റ് എന്തായിരിക്കും, ഹാർഡൻഡോ ആൻഡ് ടെമ്പേർഡ് ആയിരിക്കും. കാരണം ഈ പോയിൻ്റ് ഹാർഡൻഡോ ടെമ്പേർഡോ ആക്കാൻ വേണ്ടിയിട്ട് കാരണം ചോദിച്ചാൽ അതിന് പെട്ടെന്ന് എന്തുണ്ടാവില്ല, തേയ്മാനം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗം എന്താക്കിയിട്ടുണ്ടാവും,